പ്രിയപ്പെട്ടവരെ സഖാക്കളെ, ഇന്ന് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ സഖാവ് ചടയന്റെ 26ാമത്തെ ചരമദിനമാണ്. ചടയന്റെ ഓർമ്മ പുതുക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി ആദ്യം തന്നെ രേഖപ്പെടുത്തുകയാണ്. സഖാവ് ചടയൻ നാറാത്ത് എന്ന് പറയുന്ന നമ്മുടെ ജില്ലയിലെ, എൻ്റെ ജില്ലയിലെ കണ്ണൂർ ജില്ലയിലെ നാറാത്ത് എന്നൊരു പ്രദേശത്ത് വളരെ ദാരിദ്ര്യം ഉള്ള ഒരു കുടുംബത്തിനകത്താണ് അദ്ദേഹം ജനിച്ചത്. സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസമൊക്കെ വളരെ കുറവാണ്. 5ാം ക്ലാസ് വരെ മാത്രമേ പഠിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ. അന്നത്തെ ഒരു പൊതു രാഷ്ട്രീയ സ്ഥിതി ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗമായി ദാരിദ്ര്യം വല്ലാതെ കൊടികുത്തി വാഴുന്ന ഒരു കാലത്താണ് സഖാവ് ചടയൻ്റെയും ജനനവും വളർച്ചയുമൊക്കെ. 5ാം ക്ലാസ് വരെ മാത്രമേ പഠിക്കാൻ കഴിഞ്ഞുള്ളൂ. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പ്രദേശത്ത് പൊതുവെ നെയ്ത്ത് തൊഴിലാളികൾ കൂടുതലുള്ളൊരു പ്രദേശമാണ്. അവിടെ നെയ്ത്ത് ജോലിക്ക് പോവുകയും അങ്ങനെ നെയ്ത്ത് തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് സഖാവ് ചടയൻ രാഷ്ട്രീയ രംഗത്തേക്ക് വന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാവുന്നത്. നിരന്തരമായ സംഘടനാ പ്രവർത്തനം അദ്ദേഹത്തെ ഏറ്റവും ഒടുവിൽ അർബുദബാധിതനായി മരിക്കുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സമുന്നതനായ ഒരു നേതാവായി മാറ്റി തീർത്തിട്ടുണ്ട്. 1948 പാർട്ടി സെല്ലംഗം എന്നുള്ള നിലയിലാണ്, പാർട്ടിയുടെ ഒരു ഔദ്യോഗിക അംഗം എന്നുള്ള നിലയിൽ അദ്ദേഹം പ്രവർത്തനം തുടങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കാലയളവ് അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. വലിയ പോരാട്ടങ്ങളുടെ പ്രതിരോധങ്ങളൊക്കെ തീർത്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആ ഒരു കാലത്ത് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ ഒന്നാകെ ശക്തി പ്രാപിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ വളർന്നു വന്നിട്ടുള്ളത്. ചടയനും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിരന്തരം ഇത്തരത്തിലുള്ള പ്രതിരോധങ്ങൾ അല്ലെങ്കിൽ തീർത്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. ആ ഒരു കാലത്ത് കോൺഗ്രസ് ഗുണ്ടകളുടെയൊക്കെ ശാരീരികമായ ആക്രമണം, വീടാക്രമണം, നിരന്തരം അറസ്റ്റ് ചെയ്യപ്പെടുന്ന സ്ഥിതി, പോലീസിൻ്റെ കടുത്ത പീഡനം, ഒരു ഘട്ടത്തിൽ മരണപ്പെട്ടു എന്ന് വരെ കരുതുന്ന തരത്തിൽ പോലീസിൻ്റെ പീഡനമൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് സഖാവ് ചടയൻ. പാർട്ടിയുടെ ആദ്യകാല പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടും തുടർന്ന് അടിയന്തരാവസ്ഥ കാലത്തൊക്കെ വല്ലാതെ ഒരുപാട് കാലം ഒളിവിൽ പോകേണ്ടി വരിക, 65 ചൈനീസ് ചാരൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു പൊതുവിൽ കമ്മ്യൂണിസ്റ്റുകാരെ ആകെ വേട്ടയാടുന്ന ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടി വരിക, ജയിലിൽ പോകേണ്ടി വരിക ഒക്കെ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ പടിപടിയായി ഒളിവിലും തെളിവിലും പ്രവർത്തിച്ച് ആദ്യം തൊട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി അംഗം തുടങ്ങി അദ്ദേഹത്തിൻ്റെ പ്രാദേശിക നേതൃത്വം, പിന്നീട് അദ്ദേഹം ഏരിയ സെക്രട്ടറി, അങ്ങനെ MLA ആവുന്നു. തുടർന്ന് ജില്ലാ സെക്രട്ടറി ആവുകയാണ്. 1979 കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയി അദ്ദേഹം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം വരുന്ന സമയത്ത് അഴീക്കോട് മണ്ഡലത്തിലെ MLA ആയിരുന്നു. 3 വർഷം MLA ആയി തുടർന്നു. അദ്ദേഹത്തിന് പിന്നീടും കാലാവധി ശേഷിക്കുകയാണ്. ജില്ലാ സെക്രട്ടറി ആയപ്പോൾ ഈ പാർലമെന്ററി രംഗത്തുനിന്ന് പൂർണ്ണമായും അദ്ദേഹം പിൻവാങ്ങുകയും സജീവമായി സംഘടനാ രംഗത്തേക്ക് പ്രവർത്തനം കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നത്. വളരെ പ്രത്യേകതകളുണ്ട് ജീവിതത്തിൽ ഉടനീളം സഖാവ് ചടയൻ സ്വീകരിച്ച കുറേ കാര്യം. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ലാളിത്യമാണ്. ലാളിത്യം മുഖമുദ്രയാണ്. അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തുടർന്നു വന്ന ലാളിത്യമാണ്.
പിന്നെ ത്യാഗനിർഭരമായിരുന്നു ഓരോ വളർച്ചയും. ഈവൻ ഈ ലാളിത്യത്തിനൊക്കെ ഒരു ഉദാഹരണം പറയുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹം പാർട്ടിയുടെ പ്രമുഖനായ നേതാവായി നിൽക്കുന്ന സന്ദർഭത്തിൽ പോലും ഇപ്പോൾ ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ നേതാക്കന്മാരെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമായി ആരെങ്കിലും സീറ്റൊക്കെ ഒഴിഞ്ഞു കൊടുക്കുമല്ലോ. അത്തരം സന്ദർഭത്തിൽ പോലും അദ്ദേഹം ആ സീറ്റിൽ ഇരിക്കില്ല എന്നാണ് പറയുന്നത്. നിർബന്ധപൂർവ്വം എഴുന്നേറ്റ ആളെ അവിടെ ഇരുത്തും. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു രീതി. അങ്ങനെ അനാവശ്യമായ അല്ലെങ്കിൽ സൗജന്യമാണ് എന്ന് തോന്നുന്നതൊന്നും സ്വീകരിക്കാൻ അദ്ദേഹം ഒരു ഘട്ടത്തിലും തയ്യാറായിട്ടില്ല. ഈ ലാളിത്യം ജീവിതത്തിലും പാർട്ടി പ്രവർത്തനത്തിലും സ്വീകരിക്കുമ്പോൾ തന്നെ വളരെ കർക്കശ്യക്കാരനായിട്ടുള്ള ഒരു സംഘടനാ രംഗത്തൊക്കെ കൃത്യമായ സംഘടനാ ബോധവും കാർക്കശ്യവും ഒക്കെ പുലർത്തി പോകുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു സഖാവ് ചടയൻ. സംഘടനാ രംഗത്ത് കൃഷ്ണപിള്ളയുടെയും CH കണാരന്റെയും ഒക്കെ ഒരു നിരയിൽ സ്ഥാനം പിടിച്ചൊരു വ്യക്തിയായിട്ടാണ് ഗോവിന്ദ മാഷ് അദ്ദേഹം ഒരു ലേഖനത്തിൽ സഖാവ് ചടയനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം 96-ൽ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ അർബുദബാധിതനായി മരിക്കുന്ന സന്ദർഭത്തിൽ കേരളത്തിന്റെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു വരികയാണ്. സംസ്ഥാന സെക്രട്ടറി വരെ ആയ ഒരു നേതാവിനെ കുറിച്ച് ഒരുപക്ഷെ കേരളത്തിൽ അധികം ചടയനെ കുറിച്ച് അന്വേഷിച്ചു പോയാൽ അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയ അധികം പുസ്തകങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ചിന്താ ബുക്സ് പ്രസിദ്ധീകരിച്ച ഒരു ചടയൻ തേരാളിയും പോരാളിയും ഉള്ള ഒരു പേരിലുള്ള ഒരു പുസ്തകം മാത്രമേ അദ്ദേഹത്തിന്റെ ജീവിതത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമായിട്ട് പുറത്തു വന്നിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് കാർക്കശ്യം, അത് നമ്മൾ പൊതുവെ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണല്ലോ കമ്മ്യൂണിസ്റ്റ് കാർക്കശ്യം എന്ന്. ഇത് ശരിക്കും കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് കാർക്കശ്യം എന്ന് പറയുന്നത് വെറും ഒരു കാർക്കശ്യമല്ല. അതൊരു പ്രത്യയശാസ്ത്ര ബോധം, ദൃഢത, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു കാർക്കശ്യമാണ്. നിലപാടിൽ വെള്ളം ചേർക്കാതിരിക്കുക അല്ലെങ്കിൽ ചേർക്കാതിരിക്കുമ്പോഴുണ്ടാവുന്ന രൂപപ്പെടുന്ന ഒരു കാർക്കശ്യമാണ്. ഇപ്പോ പുതിയ കാലത്ത് അച്ചടക്കം, പ്രതിബദ്ധത എന്നൊക്കെ പറഞ്ഞ ഒരു കുറ്റം പോലെ കാണുന്ന ഒരു കാലാണല്ലോ. അത് ശരിക്കും കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു കുറ്റമല്ല, അതൊരു പ്രത്യയശാസ്ത്ര ബോധമാണ്. ചടയന്റെ കാര്യത്തിൽ അത് 100%. അദ്ദേഹത്തിന് അങ്ങനെയൊന്നുണ്ട്. ഏറ്റവും ഒടുവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഈ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്തും അല്ലെങ്കിൽ ജീവിതത്തിൽ ഉടനീളം എല്ലാ സമയത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിള്ളലുകളില്ലാതെ കാത്തു സൂക്ഷിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട് എന്നാണ് പഴയകാല അല്ലെങ്കിൽ ആ ഒരു കാലത്ത് ജീവിച്ച മനുഷ്യരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന കാര്യം. ഇപ്പോ പൊതുവിൽ വലിയ പിന്നെ ഇപ്പോൾ പൊതുവില് കമ്മ്യൂണിസ്റ്റ് കാരും പ്രസ്ഥാനങ്ങളും ജനാധിപത്യത്തിന്റെ ഒരു വെളിച്ചം ലോകത്ത് പ്രസരിപ്പിക്കുന്നതിൽ എടുക്കുന്ന ഒരു പങ്കുണ്ടല്ലോ, അത് വളരെ വലുതാണ്. പ്രത്യേകിച്ച് പലരും ഇപ്പോൾ തെരുവിൽ നിന്ന് എല്ലാവർക്കും വന്ന് കൊട്ടാവുന്ന ഒരു ചണ്ട പോലെ സകലരും വന്ന് കൊട്ടുന്നത് നമ്മളെയാണല്ലോ. അപ്പോൾ അത് ശരിക്കും നമുക്കൊരു പോരായ്മയായിട്ടൊന്നും കാണേണ്ടതില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അത് നമ്മുടെ ഒരു ജനാധിപത്യ നിലപാട് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പൊ പ്രത്യേകിച്ച് ഒരു സമ്മേളന കാലത്തൊക്കെ ഈ പ്രസ്ഥാനത്തില് ഇത്ര വിശാലമായ ചർച്ചകൾ എവിടെയാണ് നടക്കുക? ഇപ്പോ നമ്മുടെ പാർട്ടിയെ പറ്റി, നേതാക്കന്മാരെ പറ്റി, തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച്, അല്ലെ, ഭരണകൂടത്തെക്കുറിച്ച്, സാമുദായിക ധ്രുവീകരണത്തെക്കുറിച്ച്, എന്തിന് പെൻഷനെ കുറിച്ച്, മാവേലി സ്റ്റോറിനെ കുറിച്ച്, ശമ്പള കുടിശ്ശികയെക്കുറിച്ച്, ഇങ്ങനെ ഒരുപക്ഷെ ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിലുള്ള സകല വിഷയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്ന വേറെ ഏത് സംവിധാനമാണുള്ളത്? അപ്പൊ ഇത് പിന്നെ ഒരു പോരായ്മയല്ല, അത് നമ്മുടെ ഒരു ശക്തിയായിട്ടാണ് നമ്മൾ കാണേണ്ടത്. നമ്മൾ നിരന്തരം എല്ലാ ഭാഗത്തു നിന്നും ആക്രമിക്കപ്പെടുന്നു, വലതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ആക്രമിക്കപ്പെടുന്നു, മാധ്യമങ്ങളുടെ ഭാഗത്ത് ആക്രമിക്കപ്പെടുന്നു. ഇതൊരു പുതിയ കാര്യമേ അല്ല.
ഓരോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനും ജീവിക്കുന്ന ചുറ്റുപാട്, അല്ലെ, ശ്വസിക്കുന്ന വായു പോലും ശത്രുവർഗ ചിന്താഗതിയുടേതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നമ്മളിലേക്ക് സ്വാഭാവികമായിട്ട് പടരും. അപ്പൊ അതിനെതിരെയുള്ള ഒരു സമരം, അത് വിമർശനത്തിന്റെ, സ്വയം വിമർശനത്തിന്റെ ഒക്കെ ഒരു പ്രക്രിയയിലൂടെ നിരന്തരം നിർവഹിക്കേണ്ടുന്ന ഒരു സമയമാണ്. ഞാൻ ഊന്നി പറയുന്നത് ഇപ്പോഴൊരു സമ്മേളന കാലമാണ് എന്നുള്ളത് കൊണ്ടാണ്. ഈ തൊഴിലാളി വർഗത്തിന് പ്രതികൂലമായ ചിന്താഗതികൾ സ്വാഭാവികമായിട്ടും നമ്മളിലേക്കും ഇങ്ങനെ നുഴഞ്ഞു കയറും. അപ്പൊ അതിനെ എതിർത്ത് കൊണ്ടല്ലാതെ ഒരു പാർട്ടിയായി അല്ലെങ്കിൽ മാർക്സിസം ലെനിനിസം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ലെനിൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ദൗർബല്യങ്ങള്, ദുർഗുണങ്ങള്, അല്ലെ, അഭിപ്രായ വ്യത്യാസങ്ങള്, ഭിന്നിപ്പുകള്, ഇതൊന്നും ഇല്ലാത്ത മനുഷ്യരില്ല. നമ്മളൊക്കെ സാധാരണ മനുഷ്യരുടെ ദൗർബല്യങ്ങളൊക്കെ അനുഭവിച്ച് മുമ്പോട്ട് പോകുന്നവരാണ്. പക്ഷെ ഇതിന്റെ ഒരു തുടർച്ച അല്ലെങ്കിൽ ഇതിന്റെ ഒരു പരിഹാരം എന്താണ്? അതത് ഘടകങ്ങളിൽ നടക്കുന്ന ചർച്ചകള്, അല്ലെ, വിമർശനാത്മകമായിട്ടുള്ള പരിശോധനകള്, കൂട്ടായ തീരുമാനം, അത്തരത്തിലാണ് ഓരോ പാർട്ടി പ്രവർത്തകന്റെയും കഴിവ് വികസിച്ച് അല്ലെങ്കിൽ പിന്നെ ദൗർബല്യങ്ങൾ പരിഹരിച്ചൊക്കെ കഴിവ് ഒരു പാർട്ടി പ്രവർത്തനത്തിന്റെ ഒരു പൂർണ്ണാർത്ഥത്തിലേക്ക് വരുന്നത്. അല്ലാതെ ചർച്ചകൾ എന്ന് പറഞ്ഞാൽ ഞാൻ കേവലം തർക്കങ്ങളിൽ വിജയിക്കുക എന്നുള്ളതല്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം തർക്കങ്ങളിൽ വിജയിക്കുക എന്നല്ല, ജീവിതത്തെ വിമോചിപ്പിക്കുക എന്നുള്ളതാണ് ഈ ചർച്ചകളും വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും ഒക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിൽ വളർന്നു വന്ന, അത്തരത്തിൽ രൂപപ്പെട്ട നേതാക്കന്മാരാണ് ചടയനും ആ ഒരു കാലഘട്ടത്തിൽ നമ്മളെ നയിച്ച സഖാക്കളൊക്കെ. ഇപ്പൊ ചരിത്രത്തെ തലകീഴായി നിർത്തുന്ന അല്ലെങ്കിൽ ചരിത്രത്തെ അപനിർമ്മിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. അവിടെ നമ്മുടെ നിലപാടിന് വലിയ പ്രാധാന്യമുണ്ട്, വലിയ വിലയുണ്ട്. ഇപ്പൊ ചരിത്രത്തിൽ നിന്ന് അനുഭവങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ സംശീകരിച്ച്, അല്ലെ, ഉരുക്കുപോലെ ഉറക്കുകയും ചെയ്യുക എന്നൊരു പരിണാമഗതിയിലൂടെയാണ് കമ്മ്യൂണിസ്റ്റുകാർ സഞ്ചരിക്കേണ്ടത്. അപ്പൊ അങ്ങനെ സഞ്ചരിച്ചാൽ മാത്രമേ ഈ ഞാൻ പറഞ്ഞ ചരിത്രത്തെ തലകീഴായി നിർത്തുന്ന ഈ കാലത്ത് പ്രതിസന്ധികൾ വരുമ്പോൾ നമുക്ക് നേരിടാൻ വേണ്ടി പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ തളർന്നു പോകും, നമ്മൾ വല്ലാതെ തളർന്നു പോകും. ഒന്നാമത് ഇടതുപക്ഷം എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ നിരന്തരം ദുർബലപ്പെടുത്താനുള്ള വലിയ പ്രവർത്തനം നടക്കുന്ന ഒരു കാലത്താണ്. കേട്ടുകേൾവികൾ നമ്മുടെ എന്താ പറയുക, നമ്മുടെ അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തുന്ന ഒരു കാലത്താണ് നമ്മൾ അടക്കം. മുമ്പൊക്കെ അരാഷ്ട്രീയവാദത്തെ, രാഷ്ട്രീയത്തിന് പുറത്തുള്ള രാഷ്ട്രീയവാദത്തെ നേരിട്ടാൽ മതി. പക്ഷെ ഇന്ന് രാഷ്ട്രീയത്തിനകത്തെ അരാഷ്ട്രീയവാദമാണ് ഏറ്റവും വലിയ വിഷയം. രാഷ്ട്രീയത്തിനകത്തുള്ള അരാഷ്ട്രീയവാദത്തെ നേരിടുക എന്ന് പറയുന്ന വളരെ ശ്രമകരമായ ഒരു 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 പ്രവർത്തനമാണ് ഇന്ന് നമ്മളൊക്കെ ഏറ്റെടുക്കേണ്ടത്. ഇപ്പൊ ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ ഇപ്പൊ നിലനിൽക്കുന്ന ഇടതുപക്ഷം നമ്മളിപ്പോ പലപ്പോഴും ഈ ഭാവനയിലോ സങ്കല്പത്തിലോ ഉള്ളതൊക്കെയാണ് ഇടതുപക്ഷം എന്ന് ധരിച്ച് വശായി നിൽക്കുന്ന ഒരു കാലാണ് ചില സന്ദർഭത്തിൽ. അതായത് ശരിക്കും ഇടതുപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാണോ ഇപ്പോൾ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് ഏതാണോ അതാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷം. ഒരു ഭാഗത്ത് യഥാർത്ഥ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നവർ നിർവീര്യാക്കാൻ ശ്രമിക്കുന്ന, എന്താ പറയുക, പ്രച്ഛന്ന ഇടതുപക്ഷം എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗത്തെ, അതുപോലെ നിലനിൽക്കുന്ന മാർക്സിയൻ അല്ലെങ്കിൽ മാർക്സിസത്തെ ആശയത്തെ നിരന്തരം പരിഹസിക്കുന്ന മറ്റൊരു വിഭാഗം. ഇത് വല്ലാത്തൊരു കാര്യമാണ്. ഈ പ്രവണത ഇന്ന് തുടങ്ങിയൊന്നുമല്ല. ചടയന്റെ കാലത്തായാലും അതിന് മാർക്സിസം ആരംഭിച്ച കാലം തൊട്ട് തുടങ്ങിയ ഒരു സംഗതിയാണ്. ഇവർ തന്നെ പറയും വിപ്ലവം, ഒരു ഭാഗത്ത് ഈ പരിഹസിക്കുന്ന ഒരു തന്നെ പറയും വിപ്ലവം പോരാന്ന് പറയും. അതേ ആള് തന്നെ പിന്നീട് ഇത് അപ്രസക്താണ് എന്ന് പറയും. അപ്പൊ ഇത്തരത്തിലുള്ളൊരു വലിയ കാപട്യം ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയിലാണ് നമ്മൾ ഈ ആശയവുമായി മുമ്പോട്ട് പോകുന്നത്. ഒരു ഘട്ടത്തിലും ഇടതുപക്ഷം എന്ന് പറയുന്ന ഇപ്പൊ നിലനിൽക്കുന്ന ഇടതുപക്ഷം മാധ്യമങ്ങളുടെയോ അല്ലെങ്കിൽ മതസാമുദായിക സംഘടനകളുടെയോ പിന്തുണയോടെ എല്ലാം ഉയർന്നു വന്നതും നിലനിൽക്കുന്നതും. അത് ചടയന്റെ കാലത്തും അങ്ങനെയല്ല,
ഇന്നുമല്ല നാളെയും അങ്ങനെ ആവില്ല. അപ്പൊ അത് നമ്മൾ ഒരിക്കലും ഭാവിയിൽ അത് പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. അപ്പൊ അങ്ങനെ പ്രതീക്ഷിക്കുക ചെയ്യരുത് എന്ന് മാത്രമല്ല, അത് ലഭിക്കാത്തതിൽ ഒരു തരത്തിലും നിരാശപ്പെടുകയും വേണ്ട എന്ന് തന്നെയാണ് നമ്മളുടെ അനുഭവം തെളിയിക്കുന്നത്. അപ്പോൾ ഉരുക്കോളം ഉറച്ചവരാവുക എന്നല്ലാതെ അങ്ങനെ ആവുമ്പോൾ നമ്മളെ അത് ബാധിക്കില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. സമയത്തിന്റെ ഒരു പരിമിതി കൊണ്ടാണ് ഞാൻ കുറച്ച് വേഗത്തിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് സംഘപരിവാർ കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായി നിൽക്കുന്നത് നമ്മുടെ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി ഒന്ന് ഈ ഫാസിസ്റ്റ് ശക്തികളുടെ കടന്നുകയറ്റം അല്ലെ വളർച്ച തന്നെയാണ്. ഇപ്പോഴും നമ്മൾ കേരളത്തിൽ അതിനെ തടഞ്ഞു നിർത്തുന്നുണ്ട് എന്നാലും അതിനെ നമുക്ക് അതിന്റെ ശക്തി ഒട്ടും കുറച്ച് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. ഒന്നാമത് നമ്മളിപ്പോ ഒരല്പം എന്താ പറയാ പ്രയാസത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. ഓരോ സഖാവും ഓരോ പ്രവർത്തകനും ഈ അവസാനത്തെ തെരഞ്ഞെടുപ്പിന്റെ ഒരു റിസൾട്ടിന്റെ ഭാഗമായി നമ്മൾ കുറച്ച് പ്രയാസത്തിലാണ്. പക്ഷെ അത് ഒരുപക്ഷെ വോട്ട് ചോർച്ച നമുക്ക് തടഞ്ഞു നിർത്താം. പക്ഷെ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു ആത്മവിശ്വാസത്തിന്റെ ചോർച്ച, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന ഒരു വിശ്വാസത്തിന്റെ ചോർച്ചയെ തടഞ്ഞു നിർത്തുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഉറച്ച ഒരു നിലപാട് തറയിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് അതിനെ കൊണ്ട് അതൊരു പ്രത്യയശാസ്ത്ര അവബോധത്തിന്റെ ഭാഗമായി, ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടിന്റെ ഭാഗമായി നേരത്തെ പറഞ്ഞ പോലെ ഉറച്ച് നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പറ്റൂ. ഇപ്പൊ കേരളത്തില് ഒരുപക്ഷെ സംഘപരിവാർ അവരുടെ എന്താ പറയാ ആൾബലം കൊണ്ടല്ല അവര് കേരളത്തില് പിടിച്ചു നിൽക്കുന്നത്. അവരുടെ ഒരു നെറ്റ്വർക്കിലേക്ക് മലയാളി അതിന് വിധേയപ്പെടുന്ന ഒരു പൊതു സാഹചര്യം ഇപ്പോഴുണ്ട്. കേരളത്തിലും വിദ്വേഷം രൂപപ്പെടുന്നത് അല്ലെങ്കിൽ വിദ്വേഷം രൂപപ്പെടുത്തുന്നതൊക്കെ അവരുടെ ഒരു നെറ്റ്വർക്കിങ്ങിന്റെ ഒരു ശക്തി കൊണ്ടാണ്, സംഘടനാശേഷി കൊണ്ടല്ല. അത് മതരാഷ്ട്രവാദികൾ പൊതുവിൽ സംഘടനാശേഷി കൊണ്ടല്ല കടന്നു വരിക എന്നുള്ളത് നമുക്ക് ലോകത്താകമാനം മനസ്സിലായ ഒരു കാര്യമാണ്. ഫാസിസം കടന്നു വരിക എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു കരുത്തുകൊണ്ട് മാത്രമല്ല, അത് നമ്മളിലേക്കും അത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ മലയാളികളുടെ ഒരു മനസ്സിന്റെ ഒരു അന്ധത അല്ലെങ്കിൽ ഒരു അരാഷ്ട്രീയവാദം തുടങ്ങിയവയാണ് ഒരു പക്ഷേ ഇതിന്റെ ഒരു വേഗത വർദ്ധിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ രാഷ്ട്രീയമായ ഒരു നിലപാടുണ്ടാക്കുക, ഇടതുപക്ഷ അവബോധം വളർത്തിയെടുക്കുക എന്നല്ലാതെ ഇതിനെ മറികടക്കാൻ എളുപ്പ വഴികളൊന്നുമില്ല എന്നത് തന്നെയാണ് നമ്മുടെ ഒരു അനുഭവം. ഈ അരുന്ധതി റോയിയുടെ ഒരു പുസ്തകമുണ്ട് ഇപ്പോൾ ചിന്ത പ്രസിദ്ധീകരിച്ച, കനിവോടെ കൊല്ലുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പേര്. അതിനകത്ത് അരുന്ധതി റോയ് പറയുന്നത്, അതായത് നമ്മുടെ ഒരു രാഷ്ട്രത്തിന്റെ ഒരു ധാർമ്മിക ദിശാബോധം നഷ്ടപ്പെട്ടതിനെ കുറിച്ചൊക്കെയാണ് അതിനകത്ത് അരുന്ധതി സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രതിഫലേച്ഛക്കായിട്ട് ഇങ്ങനെ ഹീനമായ കൃത്യങ്ങളും വംശഹത്യകളും വംശശുദ്ധീകരണവും ഒക്കെ നടത്താനുള്ള ആഹ്വാനങ്ങൾക്ക് കൈയടിക്കുന്ന ഒരു ജനതയായി, അല്ലെങ്കിൽ തങ്ങൾക്കെതിരെ തന്നെ വോട്ട് ചെയ്യുന്ന, തൃശ്ശൂരൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അതിന്റെ ഒരു ഭവിഷ്യത്തൊക്കെ ഒരുപക്ഷെ അവർ അനുഭവിച്ചു തുടങ്ങുന്നുണ്ടാവും. തങ്ങൾക്കെതിരെ തന്നെ വോട്ട് ചെയ്യുന്ന ഒരു ജനങ്ങളുടെ ഒരു അമ്പരപ്പിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. സമ്പത്ത് കേന്ദ്രീകരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ദാരിദ്ര്യം വർദ്ധിപ്പിക്കുന്നു. ഇതൊക്കെ ആണ് അരുന്ധതി റോയ് ആ പുസ്തകത്തിനകത്ത് പറയുന്നത്. പക്ഷെ അപ്പോഴും അവർ പറയുന്ന ഒരു കാര്യം, ആത്യന്തികമായി ജനങ്ങളെ ഒരിക്കലും തളച്ചിടാനാവില്ല. അത് ഒരു വിപ്ലവ കാഹളമുയർത്തി ഒരു പുതിയ തലമുറ വരും എന്നൊരു പ്രതീക്ഷ അരുന്ധതി പറയുന്നു. കേവലം ഒരു വിപ്ലവമല്ല, വിപ്ലവങ്ങളുടെ ഒരു വേലിയേറ്റം തന്നെ ഉണ്ടാവും എന്നാണ് അരുന്ധതി റോയ് ആ പുസ്തകത്തിനകത്ത് പറഞ്ഞു വെക്കുന്ന ഒരു പ്രതീക്ഷ. അത് കേവലം അരുന്ധതി റോയുടേത് മാത്രമുള്ള ഒരു പ്രതീക്ഷയല്ല, അത് നമ്മുടെ കൂടി പ്രതീക്ഷയായി മാറേണ്ടതുണ്ട്. അല്ലെങ്കിൽ അതിന് എന്താ പറയാ, നമ്മുടെ കൂടി ഒരു പ്രതീക്ഷയാണ് ആ പുസ്തകത്തിനകത്ത് പറഞ്ഞു വെക്കുന്നത്. ഇതൊരു സമകാലിക രാഷ്ട്രീയത്തെ വിലയിരുത്തിക്കൊണ്ട് വളരെ കൃത്യമായി പറ്റുമെങ്കിൽ സഖാക്കൾ ആ പുസ്തകം ഒന്ന് വായിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ പറയുകയാണ്. കൂടുതൽ സമകാലിക രാഷ്ട്രീയത്തിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല. കാരണം ഈ ഇടതുപക്ഷം, ഹൃദയപക്ഷം എന്ന ഈ ഗ്രൂപ്പ് വളരെ പ്രബുദ്ധമായ രാഷ്ട്രീയ ബോധത്തിൽ ഇടപെടുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന സഖാക്കളുടെ ഒരു കൂട്ടായ്മയാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അപ്പോ പൊതുവില് നമുക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയെ മാറ്റിയെടുക്കാൻ എന്താണ് സാധിക്കുക എന്നുള്ള ഒരു വലിയ ചോദ്യം നമ്മളൊക്കെ ഉയർത്തേണ്ടത്. അത് എളുപ്പമുള്ള ഒരു സംഗതിയല്ല. നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയൊക്കെ ഇടതുപക്ഷ പ്രസ്ഥാനത്തൊക്കെ കേരളത്തിൽ എങ്ങനെയാണ് ചടയൻ ഗോവിന്ദനെ പോലെയുള്ള സഖാക്കള്, പഴയ സഖാക്കള്, നായനാർ ആയാലും EMS ആയാലും AKG ആയാലും കൃഷ്ണപിള്ളി ആയാലും ഒക്കെ വളർത്തിക്കൊണ്ടുവന്നത് എന്ന് നമുക്കറിയാം. വലിയ ത്യാഗമാണ് അവര് അവര് എടുത്ത ത്യാഗത്തിന്റെ ഒരു ഒരു എന്താ പറയാ, ഒരു ബേസിൽ നിന്നുകൊണ്ടാണ് നമ്മുടെയൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം. അത് അത്രത്തോളം അവരെടുത്ത അതിന് അത്രത്തോളം ശ്രമകരല്ല നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം. പക്ഷെ ഇപ്പോ ഈ പുതിയ അന്തരീക്ഷത്തിൽ നമ്മൾ കുറെ കൂടെ ശ്രമകരമായ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഈ ഈ കൂട്ടായ്മ ഈ അനുസ്മരണത്തെ ഭാഗമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അത് ചടയന്റെ ഓർമ്മകളോട് നാം ചെയ്യേണ്ടുന്ന ഒരു കടമ എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഈ പുരോഗമന പ്രസ്ഥാനത്തെ എങ്ങനെ ഞാൻ പറഞ്ഞ പോലെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഒരു ധാരണ ഉണ്ടായ ചടയന്റെ പാരമ്പര്യം നാം കൈമോശം വരാതെ സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോ നമുക്കറിയാം, ഇപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ ഒരു വലിയ ഈ ഒരു കാലത്തെ ഈ വലിയ ഈ പ്രതിസന്ധിയെ മറികടക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കേവല പ്രസംഗത്തിലൊന്നും പോരാ, പ്രസംഗമൊന്നും പോരാ. നമുക്ക് എന്താ പറയാ, വലിയ സമ്മേളനം, ഇപ്പൊ KM പണിക്കർ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഇപ്പൊ ത്രിപുരയിലൊക്കെ സംഘപരിവാർ പയറ്റിയ ചില രീതികളാണ്. അവർ മൈക്രോ ലെവലിൽ ഏറ്റവും താഴെ ഉള്ള ഒരു കൂട്ടായ്മകൾ രൂപീകരിച്ചുകൊണ്ടാണ് അവരവരുടെ രാഷ്ട്രീയ പ്രവർത്തനം അവിടെയൊക്കെ പ്രയോഗിച്ചിട്ടുള്ളത്. വലിയ ആൾക്കൂട്ടമല്ല, വലിയ പതിനായിരങ്ങൾ കൂടുന്ന പൊതുയോഗങ്ങളല്ല നമുക്ക് ഇനി ആവശ്യമെന്ന് KM പണിക്കർ അദ്ദേഹത്തിന്റെ ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്. ചെറിയ ചെറിയ കൂട്ടായ്മകൾ, സാംസ്കാരിക കൂട്ടായ്മകൾ, അത്തരത്തിലുള്ള കൂട്ടായ്മകളിലൂടെ നമ്മളെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും സാംസ്കാരികമായി ഇപ്പോൾ നമുക്കറിയാം, പലപ്പോഴും നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഈ രാഷ്ട്രീയതയുടെ ഒക്കെ ഭാഗമായി രാഷ്ട്രീയമായി നമ്മൾ ഇടതുപക്ഷമാകുമ്പോഴും പലപ്പോഴും സാംസ്കാരികമായി നമുക്ക് ഇടതുപക്ഷമാകാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അല്ലെ. ചെരുപ്പ് പുറത്തഴിച്ചു വെച്ച് അല്ലെ അകത്ത് മറ്റൊരു രൂപത്തിലേക്ക് പോകുന്ന, അതൊക്കെ സഹാക്കൾക്ക് അറിയുന്ന കാര്യമാണ്. അപ്പൊ അത്തരത്തിലൊരു പലപ്പോഴും ഒരു സാംസ്കാരികമായി ഇടതുപക്ഷമാവാൻ കഴിയാത്ത ഒരു സമൂഹത്തെ എങ്ങനെ അത്തരത്തിൽ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു വലിയ പരീക്ഷണം തന്നെ നടത്തേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അതിന് ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ കൂട്ടായ്മകൾ മനുഷ്യരെ ചേർത്ത് പിടിക്കുകയും നമ്മുടെ സ്നേഹം അവരിലേക്ക് പകർന്നു കൊടുക്കുകയും അവരുമായി നിരന്തരം സംവാദങ്ങൾ നടത്തുകയും സംവാദാത്മകമാക്കുക എന്ന് KN ഒക്കെ പറയും പോലെ, KN നിരന്തരം പറയുന്ന ഒരു പ്രയോഗമാണ് സർഗാത്മകമാക്കുക, സംവാദാത്മകമാക്കുക എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ടുപോവുകയും ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെയൊക്കെ നേരിടാൻ വേണ്ടി പറ്റൂ എന്നുള്ളത് തന്നെയാണ്. ഇത് ഒരു കുറുക്കു വഴിയൊന്നുമല്ല, ഇത് എനിക്കറിയാം, ഇതിങ്ങനെയാണ് വേണ്ടതെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അത് പ്രായോഗികവൽക്കരിക്കുന്നതിൻ്റെ ഒരു പ്രയാസത്തിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. അത് പ്രായോഗികവൽക്കരിച്ചേ പറ്റൂ എന്നുള്ളതല്ലാതെ അതിന് മറ്റൊരു വഴിയും നമ്മുടെ മുമ്പിലില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ബോധ്യം. നിങ്ങളുടെ ബോധ്യവും അത് തന്നെ ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ സഹക്കളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു പുതിയ കാലത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രത്തെ ഒരു പുതിയ ഒരു വലതുപക്ഷ ഫാസിസ്റ്റ് രാജ്യമാക്കി മാറ്റാനുള്ള ഒരു ശ്രമത്തിനെതിരെയുള്ള ധീരമായ ഒരു ചെറുത്തുനിൽപ്പും പോരാട്ടവും ഒക്കെ നടത്തേണ്ടുന്ന ഒരു കാലത്താണ് നമ്മൾ സഖാവ് ചടയനെ അനുസ്മരിക്കുന്നത്. ജനാധിപത്യ സ്ഥാപനങ്ങളൊക്കെ തകർക്കുകയും അതിൻ്റെ സ്വീകാര്യതയൊക്കെ ഇല്ലാതാക്കുകയൊക്കെ ചെയ്യുന്നൊരു ഇന്ത്യ എന്ന ഒരു ആശയത്തിൽ നിന്ന് ഹിന്ദുത്വം എന്ന ഒരു ആശയാടിത്തറയുള്ള ഒരു രാഷ്ട്രത്തിലേക്ക് ഈ നമ്മുടെ രാജ്യത്തെ എത്തിക്കാനുള്ള ഒരു ശ്രമത്തിനെതിരെയൊക്കെയുള്ള ഒരു വലിയ പോരാട്ടം
നമ്മുടെ മുമ്പിൽ ഉണ്ട്. ആ പോരാട്ടത്തിൽ താൽക്കാലികമായ ഒരു പരാജയം ഒരുപക്ഷെ നമുക്കൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും നമ്മുടെ പോരാട്ട വീര്യത്തെ കുറക്കുന്നതാവരുത്. അത് ഇത്തരത്തിലുള്ള ചരിത്ര പുരുഷന്മാരെ പഠിക്കുകയും അവരുടെ പ്രയത്നത്തെയും അവരുടെ ത്യാഗത്തെയും ഒക്കെ കുറിച്ച് നമ്മൾ നിരന്തരം ഓർമ്മപ്പെടുത്തുകയും പഠിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പോരാട്ട വീര്യം ഒട്ടും തന്നെ കുറഞ്ഞു പോകൂല. അത് നമുക്കൊരു പ്രേരണയാവട്ടെ. ഏതായാലും ഈ ഒരു ഒരു കൂട്ടായ്മയിലേക്ക് സംസാരിക്കാൻ എന്നെ ക്ഷണിച്ചതിലുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇപ്പൊ നമുക്കറിയാം നിരന്തരം അല്ലെ, ഇപ്പോൾ ഞാൻ സഖാവ് ഗിരീഷിന്റെ ഒരു കഥ കുറച്ച് നേരത്തെ ഇപ്പൊ എനിക്ക് അയച്ചിരുന്ന ഒരു കഥ ഞാൻ അത് വായിച്ചു. അങ്ങനെയാണ്, അതായത് കൊന്നിട്ടും കൊന്നിട്ടും മതി വരാത്ത ഗാന്ധിയെ എത്ര കൊന്നിട്ടും ഗോപികൃഷ്ണൻ പറഞ്ഞതുപോലെ സവർക്കറുടെ തൂക്കിൽ നിന്ന് വന്ന ഉണ്ടയാണ് പിന്നെ ഗോഡ്സെ എന്ന് പറഞ്ഞു. ഗോഡ്സെ സവർക്കർ കൊന്നിട്ടും ഗോഡ്സെ കൊന്നിട്ടും ഇവിടെയുള്ള മുഴുവൻ ഹിന്ദുത്വവാദികൾ കൊന്നിട്ടും മതിയാവാതെ വീണ്ടും സ്വർഗത്തിന്റെ വാതിൽക്കൽ എത്താൻ വേണ്ടി പോകുന്ന ഗാന്ധിജിയെ വീണ്ടും അവർ അവിടെ വെച്ച് കൊല്ലുകയാണ് ഗിരീഷിന്റെ കഥയിൽ. അപ്പൊ അങ്ങനെ ഒരു 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 മതവെറിയുടെ അല്ലെങ്കിൽ ഒരു 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 മതരാഷ്ട്രവാദത്തിന്റെ ഒരു തീവ്രമായ ഒരാശയം പേറുന്ന ഒരു സമൂഹത്തോടാണ് നമുക്ക് നേരിടേണ്ടി വരുന്നത് എന്നുള്ളതും അത് നേരിടാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതും ഒരു വസ്തുതയാണ്. ലോകം നിലനിൽക്കുന്ന കാലത്തോളം നിലനിൽക്കുന്ന ഒരു ആശയം എന്നുള്ള നിലയിൽ ഈ കമ്മ്യൂണിസ്റ്റ് ആശയത്തെ മുറുകെ പിടിക്കുകയും അതിന് ചടയന്റെയും അതുപോലെയുള്ള ധീരരായ സഖാക്കളുടെയും ഓർമ്മകൾ നമുക്ക് പ്രേരണയാവുകയും ചെയ്യട്ടെ. നമ്മുടെ പോരാട്ടം തുടരട്ടെ. ഇടതുപക്ഷം ഹൃദയപക്ഷവും അതുപോലെ എന്താ പറയാ, മനുഷ്യരോട് എപ്പോഴും ചേർന്ന് നിൽക്കുന്ന ഒരു പക്ഷമായി തുടരാനുള്ള ഒരു 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 പിന്നെ ശേഷി നമുക്ക് ഉണ്ടാവട്ടെ. സഖാക്കൾക്ക് അതിനുള്ള ഒരു ഒരു ശേഷി ഉണ്ടാവട്ടെ എന്ന് മാത്രം അഭ്യർത്ഥിച്ചു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിവാദ്യങ്ങൾ. സഖാവ് ചടയന്റെ പാവന സ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ലാൽ സലാം.